ഈ വിശ്വാസിന്റെ രക്ഷപ്പെടലോടുകൂടി 11A സീറ്റിനെ സംബന്ധിച്ചും കുറെ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 11A സീറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സീറ്റ് രണ്ടാമത്തെ ഡോറിൻ്റെ ബാക്കിലായിട്ട് വരും. ഓക്കെ, എയർക്രാഫ്റ്റ് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ്സ്, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, പിന്നെ ബിസിനസ് ക്ലാസ്, അതിൻ്റെ പുറകിലാണ് എക്കണോമി സീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ് ഫ്രണ്ടിലും അതിൻ്റെ പുറകിൽ എക്കണോമിയും. ഈ എക്കണോമിയുടെ ഫസ്റ്റ് സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഡോറ് തെറിച്ച് ഇമ്പാക്റ്റ് കാരണം, എയർക്രാഫ്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് കാരണം തെറിച്ച് പോയിട്ടുണ്ടാകണം. അപ്പോൾ ആ വഴി അദ്ദേഹത്തിന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടി. 1998 ഡിസംബർ 11 തായ് എയർവേസിന്റെ TG-261 വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ജെയിംസ് റുവാങ്സാക് ലോയ് ചുസാക് എന്നൊരു നടനും ഗായകനുമായ വ്യക്തി രക്ഷപ്പെട്ടിരുന്നു. സാറ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ വിശ്വാസ് കുമാറിന്റെ ഇപ്പോഴത്തെ രക്ഷപ്പെടലിലും മറ്റ് ദുരൂഹതകൾ സംശയിക്കേണ്ട എന്ന് തന്നെയാണോ? ഞാനതൊരിക്കലും ആ രീതിയിൽ കാണുന്നില്ല. ഒരാൾ രക്ഷപ്പെട്ടു, അത് അയാളുടെ നല്ല ദിവസമായിരുന്നു. ഓക്കെ, ഇത്രയും പേരിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്കാണത്, അല്ലാതെ അതിനൊരു ദുരൂഹതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിന്റെ പല ഭാഗത്തും വിമാന അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ അപകടങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? ഇന്ത്യയിൽ കൂടുതലും നമ്മൾ കമ്പനീസ്, പിന്നെ ഇപ്പോൾ ഏവിയേഷൻ ഒരു ബൂമിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ കമ്പനീസിന് കൂടുതലും പ്രോഫിറ്റ് വേണം. ഓക്കെ, മാത്രവുമല്ല നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണിത്, കറപ്ഷനും ഇതും ഇന്ത്യയിൽ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് കൂടുതലും പൈസയൊക്കെ കൊടുത്ത് ആൾക്കാരെ പിന്നെ എന്താ പറയുന്നത്, DGCA അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഞാൻ എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് ഒരു ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. ഞാനും കോ പൈലറ്റും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മുംബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു ന്യൂയോർക്കിലോട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ എൻ്റെ എയർക്രാഫ്റ്റ് ഞാൻ വിചാരിച്ചത്ര ട്രസ്റ്റ് കിട്ടിയില്ല. കാരണം ആ എയർക്രാഫ്റ്റ് റൺവേയുടെ വളരെ അടുത്ത് ചെന്നിട്ടാണ് അത് പൊങ്ങാൻ, അതിന് ആ സ്പീഡ് വന്നതും എനിക്കതിനെ പൊക്കി കൊണ്ട് ചെയ്യാനും ഉള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഞാൻ പൊങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ക്രൂസ് ഓൾട്ടിറ്റ്യൂഡിൽ ഞാൻ കോ പൈലറ്റ് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും ഡിലേ വന്നത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സർ എനിക്കറിയത്തില്ല, ഒൺലി ദ തിങ് ക്യാൻ ഇറ്റ് ബി ബിക്കോസ് ഓഫ് എയർക്രാഫ്റ്റ് ഓവർലോഡിങ്. സോ ഐ സെഡ് യെസ്, ദാറ്റ്സ് എ പോസിബിലിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ എയർക്രാഫ്റ്റിന് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു 15 ടൺ കാർഗോ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കാർഗോ ചെയ്യുന്ന ആൾക്കാർ അവർ കറപ്റ്റാണെങ്കിൽ അവർക്ക് ഈ 15 ടൺ ആക്ച്വലി കയറ്റിയിട്ട് 5 ടൺ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല. ഇത് പണ്ടത്തെ കാലത്ത് എയർക്രാഫ്റ്റ് വേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതില്ല. അതൊരു അൺവാണ്ടഡ് ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് ആക്ച്വലി കൂടുതൽ വെയിറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന പവർ ഇനഫ് ആയിരിക്കത്തില്ല. എല്ലാ ടേക്ക് ഓഫും നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റും ടെമ്പറേച്ചർ കണ്ടീഷൻസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എത്ര പവർ വേണം ഈ എഞ്ചിന് ഈ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പവർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഈ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് ആക്ച്വലി കൂടുതലാണെങ്കിൽ ആ പവർ കൊണ്ട് ആ എയർക്രാഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങാനുള്ള സാധ്യത കിട്ടത്തില്ല. അപ്പം കറപ്ഷൻ ഇസ് എ ബിഗ് തിങ് വിതിൻ ദ എയർലൈൻസ്. സാർ, നമ്മുടെ നിലവിലെ ഗതാഗത സംവിധാനത്തിൽ ഏറ്റവും സേഫ് ഉള്ളത് വിമാനമാണ്. പക്ഷേ ഈ വൈമാനികർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ത്? ഒരു മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാം പിന്നെ പ്രോഫിറ്റാണ്. അപ്പം ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതാണ് അവരുടെ ഊഹം. അവർ പൈലറ്റ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും സേഫ്റ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും അധികം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം
ഉണ്ടെങ്കിൽ പോലും അധികം അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പം ഈവൻ DGCA നമ്മൾ നോക്കുകയാണെങ്കിൽ അവരും അണ്ടർ പ്രഷറാണ്. കൂടുതലും പ്രൈവറ്റ് കമ്പനീസ് അവരുടെ മേലിൽ ഒരുപാട് പ്രഷർ ഇടും. എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഏത് വിധത്തിലും എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ച് പോകാനേ പ്രൈവറ്റ് കമ്പനീസ് നോക്കുകയുള്ളൂ. നേരെ മറിച്ച് എയർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇതിലായിരുന്നപ്പോൾ ഇത്രയും വലിയൊരു എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് പൊക്കണം എന്നുള്ളൊരു കമ്പൽഷൻ ഇല്ലായിരുന്നു. ഓക്കെ, യെസ്, ഫ്ലൈയിങ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെ റിപ്പയർ ചെയ്തു അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഫ്ലൈറ്റ് പൊങ്ങാവുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അന്ന് പൈലറ്റ്സുമാർക്കും പിന്നെ മാനേജ്മെൻറ്റിനും കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. കാരണം കൂടുതലും എല്ലാം പ്രോഫിറ്റ് മോട്ടീവ്സ് ആയതുകൊണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ആയതുകൊണ്ട് അവർക്ക് എന്ത് വിധത്തിലും ഈ ഫ്ലൈറ്റ് വിടണം. ഇപ്പോൾ പൈലറ്റുമാർ സപ്പോസ് ഒരു പൈലറ്റ് പറയുന്നു, ഇല്ല ഈ ഇത് റിപ്പയർ ചെയ്യാതെ ഞാൻ ഫ്ലൈറ്റ് എടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ വേറൊരു പൈലറ്റിനെ കൊണ്ട് എടുപ്പിക്കും. ഈ പൈലറ്റിനെ ഒന്നുകിൽ ഗ്രൗണ്ട് ചെയ്യും അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പൈലറ്റ്സുമാർക്ക് വേറെ ഇതില്ല, അവർ ഇപ്പോൾ കമ്പനി പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഇതാണ് പൈലറ്റ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് ഇപ്പോൾ വരുന്നത്. സാർ, പലപ്പോഴും ഈ പക്ഷികൾ കാരണം വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. വിമാനം ഇറങ്ങാൻ വൈകി, പറന്നുയരാൻ വൈകുന്നു, പക്ഷി ശല്യം കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷികൾ എത്രത്തോളം ഡേഞ്ചറാണ് ഈ വിമാനങ്ങൾക്ക്? പക്ഷികൾ തീർച്ചയായും അപകടം ഉണ്ടാക്കും. എയർപോർട്ടിൻ്റെ ചുറ്റിനും ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ഈ പക്ഷികളുടെ ശല്യം ധാരാളമുണ്ട്. അവിടെ സ്ലോട്ടർ ഹൗസസ് ഉണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും എയർപോർട്ടിന് എപ്പോഴും സേഫ്റ്റി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരുപാട് പക്ഷികൾ കാണും. വിമാനം പറന്ന് ഉയരുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഈ പക്ഷികളിൽ ഇടിക്കാനും അതുപോലെ ഈ പക്ഷികൾ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനകത്ത് പോകാനും സാധ്യതയുണ്ട്. ചെറിയ വിമാനങ്ങളാണെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ ആകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. നമുക്കറിയാം 2009 2 എഞ്ചിനും പോയ ഒരു എയർക്രാഫ്റ്റ് അമേരിക്കയിൽ മിസ്റ്റർ സളി, ഒരു എയർബസ് 320 വിമാനം പറന്നുയർന്നു. 2 എഞ്ചിനും ബേർഡ് സ്ട്രൈക്ക് കാരണം ഫെയിലായി. പുള്ളി ഹഡ്സൺ റിവറിൽ ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു. അപ്പം പക്ഷികൾ തീർച്ചയായിട്ടും ഒരു വലിയ അപകടമാണ്. എന്നാലും 1-2 പക്ഷികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു വലിയ എയർക്രാഫ്റ്റായ 787 അല്ലെങ്കിൽ 777 അങ്ങനെ എയർക്രാഫ്റ്റ്, ഇതിനൊക്കെ വലിയ ടെർബോ ഫാൻ എഞ്ചിനാണ്, ബൈപ്പാസ് റേഷ്യോ ഉള്ള വലിയ ടെർബോ ഫാൻ എഞ്ചിൻസാണ്. അതിനധികം അപകടമൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ ഒരു വലിയ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അത് പ്രശ്നമാണ്.